ഇനി പറയുന്നത് ദേവി എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആരാണോ ഭക്തിപൂർവം ഈ സ്തോത്രത്തെ, ലളിത സ്തവരാജസ്തെ സ്തോത്രത്തെ ഭക്തിപൂർവം സ്തുതിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, അഥവാ ഈ സ്തോത്രത്തിലൂടെ ആരാണോ എന്നെ സ്തുതിക്കുന്നത്, ഏ മാനവാഹ, ആ മനുഷ്യർ എല്ലായ്പ്പോഴും ധർമ്മം, ഐശ്വര്യം, യശസ് എന്നിവയ്ക്ക് പാത്രമായി തീരും. ഫലത്തെ ഇച്ഛിക്കാതെ തന്നെ ധൈര്യമായിട്ട് ഭക്തിപൂർവം ഈ സ്തോത്രം പാരായണം ചെയ്തോളൂ. അതുകൊണ്ട് ധർമ്മം, ശ്രീ, യശസ് എന്നിവ ഉണ്ടായിരിക്കും. വിദ്യ കൊണ്ട് വിനയമുള്ളവരായി തീരും. അതെന്താ ഈ വിദ്യ കൊണ്ട് വിനയമുള്ളവരായി തീരും എന്ന് പറയാൻ കാരണം? ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ്. വിദ്യ കൊണ്ട് വിദ്യാവിനയ സമ്പന്ന എന്നുള്ളത് വളരെ പ്രാചീനമായിട്ടൊരു കാഴ്ചപ്പാടാണ്. അതായത് പാഠശാലയിൽ പഠിക്കുന്നവരോട് പലപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു വേദിയിൽ ചെല്ലുമ്പോൾ നിങ്ങളെക്കാൾ വിനയമുള്ള ഒരാളും അവിടെ ഉണ്ടാവരുത്. നിങ്ങളെക്കാൾ വിനയമുള്ള ഒരാളും അവിടെ ഉണ്ടാവരുത്. ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മളെക്കാൾ വിനയമുള്ള ഒരാൾ വേദിയിൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണം? ബാക്കി എല്ലാവരും തല്ലിക്കൊല്ലണ്ടേ വരും. അല്ലാണ്ട് അതല്ലാണ്ട് നമ്മളെക്കാൾ പ്രായമുള്ള അഹങ്കാരം നമ്മളെ വിട്ടു പോവോ? വലിയ പ്രയാസ. അപ്പൊ ഇവിടെ പറയാണ്, വിദ്യ കൊണ്ട് വിനയസമ്പന്നരായി തീരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതൊരു വിദ്യയാണോ നമ്മെ വിനയാന്വിതരാക്കി തീർക്കുന്നത് അതിനെ മാത്രമേ വിദ്യ എന്ന് വിളിക്കൂ. ആശയം മനസ്സിലായോ? അതിനെ മാത്രമേ വിദ്യ എന്ന് വിളിക്കൂ. യാതൊന്നാണോ സാധകനെ, വിദ്യാർത്ഥിയെ, ജ്ഞാനാർത്ഥിയെ വിനയസമ്പന്നനാക്കി തീർക്കുന്നത് അതിനെ മാത്രമേ വിദ്യ എന്ന് വിളിക്കൂ. വേണമെങ്കിൽ പറയാം പരാവിദ്യ എന്നും വിളിക്കാം. അപരാവിദ്യ നിറയെ തലയിൽ വെച്ചിരുന്നാൽ തലയ്ക്ക് ഭാരം കൂടുന്നല്ലാതെ ഒരു വിനയം ഉണ്ടാവില്ല. മനസ്സിലായിരിക്കണം. എനിക്ക് ഈ ലളിതോപാഖ്യാനത്തിലെ സമ്പൂർണ്ണ ശ്ലോകങ്ങളും അറിയാം, അതിന്റെ അർത്ഥം അറിയാം, അതിന്റെ വ്യാഖ്യാനം അറിയാം. എന്നിട്ടോ ഇത് പഠിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ തലയ്ക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു? പഠിക്കുന്നതിന് മുമ്പ് ഒരു 10 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ 125 കിലോ. എന്തിനാ കുറച്ചൊക്കെ ഇങ്ങനെ നമുക്കൊരു അപ്പൂപ്പന്താടി പോലെ പാറി നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പഠിക്കണത്? എവിടെയെങ്കിലും മുഖത്ത് തലടിച്ച് വീഴാനാണോ? അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിനയ സമ്പന്ന എന്ന്, അതായത് ലളിതാസ്തവരാജത്തിന്റെ ഫലശ്രുതിയായി ദേവി പറയുന്നത് വിനയ സമ്പന്ന, അതായത് വിനയത്തെ തരുന്ന വിദ്യയ്ക്ക് അധിപതികളാവുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിനയത്തെ തരുന്നത് യാതൊരു വിദ്യയാണോ അതിനെ മാത്രമേ വിദ്യ എന്ന് പറയൂ.